ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ അടുത്ത് നടന്ന 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. പൊതുവേ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 20 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ 1-2 ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് ഉണ്ട്. അത് നമുക്ക് ഈ ഡിസ്കഷൻ്റെ ഇടയിൽ നമുക്ക് നോക്കാം. സോ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഒരു സമചതുരത്തിൻ്റെ ഒരു വശം 3 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ വികരണത്തിൻ്റെ നീളം എത്ര? നമുക്കറിയാം, ഒരു സമചതുരത്തിൻ്റെ ഒരു സൈഡ് നമ്മൾ എ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ വികരണം എന്ന് പറയുന്നത് പൈത്തഗോറസ് സിദ്ധാന്തം അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ തന്നിരിക്കുന്ന ചിത്രത്തിൽ എ ആണ് ഞാൻ സ്ക്വയറിൻ്റെ സൈഡായിട്ട് എടുത്തിരിക്കുന്നത്, സി ആണ് വികരണം. അപ്പോൾ നമുക്ക് പൈത്തഗോറസ് സിദ്ധാന്തം വെച്ചിട്ട് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ എന്ന് കണ്ടുപിടിക്കാമല്ലോ. അതാണ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അതായത് 2a സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ. അതായത് വികരണത്തിൻ്റെ നീളം നമുക്ക് √2a സ്ക്വയർ കിട്ടും, അതായത് a√2. ഇവിടെ നമുക്ക് എ എന്ന് തന്നിരിക്കുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്, അതായത് ഒരു വശത്തിൻ്റെ നീളം. അപ്പോൾ നമ്മളുടെ വികരണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 3√2 ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. 82ാമത്തെ ചോദ്യം, മോഡ് x-1 ഇസ് ഈക്വൽ ടു മോഡ് x-3 ആയാൽ എക്സ് എത്ര? ഈ മോഡ് എന്ന് വെച്ചാൽ ആ മോഡിനകത്തുള്ള വാല്യൂ എന്താണോ അതെന്തിരുന്നാലും അതിൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും ആൻസർ. ഇപ്പോൾ x-1 -1 ആണെങ്കിൽ മോഡ് -1 എന്ന് പറഞ്ഞാൽ അത് +1 ആയിരിക്കും. സോ നമുക്കറിയേണ്ടത് ഇവിടെ എക്സ്, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് ഏതാണെന്നാണ്. ജസ്റ്റ് ഓപ്ഷനിലുള്ള ഓരോ വാല്യൂ എടുത്തിട്ട് എക്സിന് ഇട്ട് കൊടുക്കുക. സോ 0 ആണെങ്കിൽ ഫസ്റ്റ് വാല്യൂ 0 -1 എന്ന് വരും. -1 മോഡ് -1 1 തന്നെ. റൈറ്റ് സൈഡിലാണെങ്കിൽ 0 -3 വരും. മോഡ് -3 വരും. അപ്പോൾ 1 = 3 എന്ന് വരും. സോ അത് റോങ് ആൻസറാണ്. അടുത്തത് ഓപ്ഷൻ ബി 1 എടുക്കുക. അപ്പോൾ 1 -1 0. അപ്പം മോഡ് 0 തന്നെ. റൈറ്റ് സൈഡിൽ 1 -3 -2, അത് മോഡ് -2 വരും, അത് 2 ആയിരിക്കും. സോ 0 = 2, അതും തെറ്റാണ്. അടുത്ത ഓപ്ഷൻ സി 2. 2 -1 എന്ന് പറയുന്നത് 1 ആണ്. മോഡ് 1 തന്നെയാണ്. റൈറ്റ് സൈഡിൽ 2 -3 -1, മോഡ് -1 തന്നെ. സോ 1 = 1. സോ ഈ 1 = 1 എന്ന് കറക്റ്റായിട്ട് ആൻസർ കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. 83ാമത്തെ ചോദ്യം, 2, 3, 5 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയുടെ അടുത്ത പദം ഏത്? സോ ഇതിനകത്ത് ചെറിയൊരു കൺഫ്യൂഷൻ എനിക്ക് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2, 3, 5, 7, 11 അങ്ങനെ ഒരു പ്രൈം നമ്പേഴ്സിൻ്റെ സീരീസ് ഉണ്ട്. ഇതെങ്ങനെയുള്ളൊരു സീരീസാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു സമാന്തര ശ്രേണിയാണോ ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണോ ഒന്നും അതിൽ നിന്ന് മനസ്സിലായിട്ടില്ല. സോ എനിക്ക് ഇങ്ങനെയൊരു ശ്രേണി കിട്ടി. അതായത് 2, 3, 5, 7, 11 എന്ന് പറഞ്ഞിട്ട് പ്രൈം നമ്പേഴ്സിൻ്റെ ഒരു സീരീസ് നമുക്ക് കണ്ടുപിടിക്കാം. അല്ലാതെ 2 കഴിഞ്ഞ് 3ലേക്ക് എത്താൻ 1 കൂട്ടി, പിന്നെ അടുത്ത നമ്പറിലേക്ക് എത്താൻ 2 കൂട്ടി, പിന്നെ അടുത്ത നമ്പറിലേക്ക് എത്താൻ 3 കൂട്ടി, പിന്നെ 4 കൂട്ടി, അങ്ങനെ ഒരു സീരീസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് 2, 3, 5, 8, 12. സോ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ സീരീസിലെ 7ഉം രണ്ടാമത്തെ സീരീസിൽ നിന്ന് കിട്ടിയ 8ഉം ഓപ്ഷനിൽ കാണുന്നുണ്ട്. സോ എനിക്കിത് കൺഫ്യൂഷനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരള PSCയുടെ ഫൈനൽ ആൻസർ കീ വന്ന ശേഷം നമുക്ക് നോക്കാം. 84ാമത്തെ ചോദ്യം, ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 80 സെൻറ്റിമീറ്ററും പരപ്പളവ് 384 ചതുരശ്ര സെൻറ്റിമീറ്ററും ആയാൽ വശങ്ങളുടെ തുക എത്രയെന്നാണ്? സോ നമുക്കറിയാം, ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിമീറ്ററാണ്. 80 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പരപ്പളവ് ഏരിയ 384 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. സോറി, യൂണിറ്റ് തെറ്റിപ്പോയതാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും സമ്മിൻ്റെ ഇരട്ടിയാണ് അല്ലേ ചുറ്റളവ്. അതായത് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്, അതായത് 2 × ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വശങ്ങളുടെ തുകയാണ്. അതായത് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് കണ്ടുപിടിച്ചാൽ മതി. അതിന് നമുക്ക് ഏരിയയുടെ ആവശ്യമില്ല. സോ നമുക്ക് ഈ ഇക്വേഷനിൽ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 80/2 എന്ന് കിട്ടും, അതായത് 40 സെൻറ്റിമീറ്റർ. സോ ഇതിനകത്ത് ഓപ്ഷൻ എ. 85ാമത്തെ, ചതുർഭുജം 1 ഷഡ്ഭുജം വാട്ട്? അതായത് ചതുർഭുജം 1 എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഷഡ്ഭുജം ഏത് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചതുർഭുജം എന്ന് വെച്ചാൽ 4 വശങ്ങളുള്ള ഒരു പോളിഗണാണ്. സോ 4 - 3 1 കിട്ടി. അതേപോലെ ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ 6 വശങ്ങളുള്ള ഒരു പോളിഗണാണ് അല്ലേ. അപ്പോൾ 6 - 3 3. അതായത് ആദ്യത്തിൽ നിന്നും 3ൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തിൽ നിന്നും 3 കുറക്കുക. സോ ഉത്തരം 3 എന്ന് കിട്ടും.
86ാമത്തെ ചോദ്യം. ഇത് നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. 1/8 + 1/16ൻ്റെ ദശാംശ രൂപം എത്രയാണെന്നാണ് ചോദ്യം. സോ 1/8 + 1/16 ഞാൻ 1/8നെ 2 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2/16 കിട്ടി. ഞാൻ ഛേദം ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തത്. ഛേദം ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ അംശങ്ങൾ മാത്രം തമ്മിൽ കൂട്ടിയാൽ മതി. സോ 3/16 എന്ന് കിട്ടും. 3/16 ജസ്റ്റ് ഒന്ന് ഹരിച്ച് നോക്കി കഴിയുമ്പോൾ 0.1875 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. 87ാമത്തെ ചോദ്യം. x-2 ഒരു ബഹുപദ പദത്തിൻ്റെ ഘടകമാണ് എങ്കിൽ P(2) എത്ര? നമുക്ക് ആ ബഹുപദമാണ് P(2) എന്ന് ചുമ്മാ എടുക്കാം. ഘടകമാണെങ്കിൽ P(2)നെ നമുക്ക് x-2 ഇൻറ്റു സം പോളിനോമിയൽ, സം വാല്യൂ എഴുതാൻ പറ്റും. ഒരു പോളിനോമിയലിൻ്റെ അല്ലെങ്കിൽ ഒരു സംഭവത്തിൻ്റെ ഘടകമാണ് ഇന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോളിനോമിയലിനെ ആ ഘടകം ഇൻറ്റു സംതിങ് എന്ന് എഴുതാൻ പറ്റും. അതായത് നമുക്കിവിടെ പറയുന്നത് P(x) = x-2 ഇൻറ്റു സംതിങ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് P(2) ആണ്. അതായത് P(x)ന് പകരം 2. സോ എക്സിന് 2 കൊടുക്കുമ്പം ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ, ആദ്യത്തെ വാല്യൂ തന്നെ 2 - 2 0 ആയി. 0നോട് പിന്നെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും ഉത്തരം 0 തന്നെ ആയിരിക്കും. സോ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി. അടുത്തത് 5 പദങ്ങളുടെ തുക 145 ആയാൽ മൂന്നാം പദം എത്ര? 5 പദങ്ങളുടെ തുക 145 എത്രയൊക്കെ രീതിയിലാവാം, ഒരുപാട് രീതിയിലാവാം. ഇത് തുടർച്ചയായ സംഖ്യകളുടെ തുകയാണോ, എണ്ണസംഖ്യകളുടെ തുകയാണോ, അല്ല ഒറ്റ സംഖ്യകളുടെ തുകയാണോ, ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് മിക്കവാറും PSC ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 89. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? പൂർണ്ണവർഗം ഏതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ അതൊരു ഒരു നമ്പർ കിട്ടണം അല്ലേ, പോയിൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഹോൾ നമ്പർ കിട്ടണം. പൂർണ്ണവർഗം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൻ്റെ പവർ 1/1/2 ആണ് അല്ലേ, പവർ 1/2 ആയിട്ടാണ് വരിക. ഇപ്പോൾ പവർ 1/2 ആയിരിക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് പൂർണ്ണവർഗം ആവണമെങ്കിൽ പവർ ഒരു ഇവൺ നമ്പർ ആയിരിക്കണം അല്ലേ. പവർ ഇവൺ നമ്പർ ആകുമ്പോഴാണ് 6 × 1/2 അല്ലെങ്കിൽ 4 × 1/2 അത് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ആയി പോകുന്നത്. അവിടെ ഏത് ഓഡ് നമ്പർ വന്നാലും അത് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ആയി പോവില്ല. ഇവിടെ 5/6 മാത്രമേ ഉള്ളൂ പവർ ഇവൺ നമ്പറായിട്ട് വരുന്നത്. സോ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ സി ആണ്. അടുത്തത് ഒരു സിമ്പിൾ ചോദ്യമാണ്. ആദ്യത്തിനകത്ത് ട്രയാങ്കിള്, പുറത്തൊരു സർക്കിള്, പിന്നെ സമചതുരം, അതിൻ്റെ പുറത്തൊരു സർക്കിള്. അടുത്തത് ട്രയാങ്കിളിൻ്റെ അകത്തൊരു സർക്കിള്. അടുത്ത വരുന്ന സ്വാഭാവികമായിട്ടും സ്ക്വയറിൻ്റെ അകത്തൊരു സർക്കിളായിരിക്കും. 91. ഒരു മട്ടത്രികോണത്തിൻ്റെ 2 കോണുകൾ തുല്യമാണ്. തുല്യമായ കോണുകൾ എത്ര? മട്ടത്രികോണം എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോൺ 90 ഡിഗ്രി ആയിരിക്കും. ഒരു ത്രികോണത്തിന് 3 കോണുകളാണ് ഉള്ളത്. അതായത് ഈ 3 കോണുകളുടെയും തുക 180 ഡിഗ്രി ആയിരിക്കും. അതായത് 150 ഡിഗ്രി. അതായത് ഒരു കോണിൻ്റെ തുക, ഒരു കോൺ 90 ആയിക്കഴിഞ്ഞാൽ ബാക്കി രണ്ടെണ്ണത്തിൻ്റെ തുക എന്ന് പറയുന്നത് 90 തന്നെ ആയിരിക്കണം. എന്നാലേ ഈ 90 150 ആവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കോണുകളുടെ തുക 90ഉം അവ രണ്ടും തുല്യമാവുകയും ചെയ്തു കഴിഞ്ഞാൽ അതിലൊരു കോൺ എന്ന് വെച്ചാൽ 90/2, അതായത് 45 ഡിഗ്രി. ഇവിടെ ഓപ്ഷൻ ഡി. അടുത്തത് 3/8നെ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 8/3 കിട്ടി എങ്കിൽ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത്? ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഓപ്ഷനിൽ ഹരിച്ചു നോക്കി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് 3/8നെ x കൊണ്ട് ഹരിച്ചപ്പോൾ 8/3 എന്ന് കിട്ടിയെന്ന് വിചാരിക്കുക അല്ലേ. അതായത് 3/8x എന്ന് വരും, = 8/3. അതിൽ x കണ്ടുപിടിച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അത് എടുത്തു കഴിഞ്ഞാൽ 8 × 8/3 × 3 എന്ന് വരും. സോ 64/9. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്തത് 3/3, 5/5, 7/7. ഇവയെ ഓരോന്നിനെയും 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? നമുക്കറിയാം 2 കൊണ്ട് ഹരിക്കുമ്പോൾ, അതായത് ഒരു ഇവൺ നമ്പറിനെ, അതായത് ഒരു ഇരട്ട സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരില്ല. എന്തുകൊണ്ടാണ്? ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ 2ൻ്റെ മൾട്ടിപ്പിളാണ്. അതുപോലെ ഒരു ഓഡ് നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഓഡ് നമ്പറിനെ ഈവൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 1 ആയിരിക്കും. ഇപ്പോൾ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 1 കിട്ടും. 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. അങ്ങനെ ഏത് ഓഡ് നമ്പറിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 1 മാത്രമേ കിട്ടുള്ളൂ. സോ നമുക്ക് തന്നിരിക്കുന്ന ഈ പവർ കണ്ടുപിടിക്കുന്ന സമയത്ത് എല്ലാം ഓഡ് നമ്പർ തന്നെയാണ്. ഇപ്പോൾ 3³ ആണെങ്കിലും 5/5 ആണെങ്കിലും 7/7 ആണെങ്കിലും എല്ലാം ഓഡ് നമ്പർ തന്നെയല്ലേ. സോ ഇവയൊക്കെ ഓഡ് നമ്പറിനെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ നമുക്കറിയാം 1 ആയിരിക്കും. സോ ഇവിടെ ആൻസർ വരിക 1. അടുത്തത് ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 9 ഇന്നിങ്സിലായി ശരാശരി 36 റൺസ് എടുത്തിട്ടുണ്ട്.
അടുത്ത 2 ഇന്നിങ്സിൽ ആകെ എത്ര റൺസ് എടുത്താൽ ശരാശരി 40 ആകും? നമുക്കറിയാം ശരാശരി എന്ന് പറഞ്ഞത് ആകെ തുക ഡിവൈഡഡ് ബൈ അതിൻ്റെ എണ്ണം അല്ലേ? അതായത് ആവറേജ് ഓഫ് 9 ഇന്നിങ്സ് നമുക്കറിയാം 36. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? ആവറേജ് ഓഫ് 9 ഇന്നിങ്സ് ശരാശരി 9 ഇന്നിങ്സിലെ ശരാശരി സമം സം ഓഫ് സ്കോർസ് ഓഫ് 9 ഇന്നിങ്സ് ഡിവൈഡഡ് ബൈ 9. അതായത് ആ 9 ഇന്നിങ്സിൽ സ്കോർ ചെയ്ത സ്കോറിൻ്റെ തുക ഡിവൈഡഡ് ബൈ 9. ഇതിനകത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ തുക കിട്ടും അല്ലേ? സം ഓഫ് സ്കോർസ് ഓഫ് 9 ഇന്നിങ്സ് എന്ന് പറയുന്നത് 9 × 36 324. അവിടെ നിൽക്കട്ടെ. അടുത്ത നമുക്ക് തന്നിട്ടുണ്ട് ആവറേജ് ഓഫ് 11 ഇന്നിങ്സ് 40 ആണ് ആവേണ്ടത്. അപ്പോൾ ശരാശരി 11 ഇന്നിങ്സിൻ്റെ ശരാശരി സമം 40 ആണ്, 40 ആണ്. അതിൻ്റെ ഇക്വേഷൻ എത്ര? ശരാശരി ഓഫ് 11 ഇന്നിങ്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് സ്കോർസ് ഓഫ് 11 ഇന്നിങ്സ് ഡിവൈഡഡ് ബൈ 11. ഇതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സം ഓഫ് സ്കോർസ് ഓഫ് 11 ഇന്നിങ്സ് നമുക്ക് കിട്ടും 11 × 40 440. നമുക്ക് കിട്ടേണ്ടത് സം ഓഫ് സ്കോർസ് ഓഫ് 9 ഇന്നിങ്സിൻ്റെ കൂടെ എത്ര സ്കോർ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ശരാശരി 40 ആവും അല്ലേ? ഈ സം ഓഫ് സ്കോർസ് ഓഫ് 11 ഇന്നിങ്സ് നമുക്ക് എങ്ങനെ എഴുതാം? ആ 9 ഇന്നിങ്സിൽ അയാൾ സ്കോർ ചെയ്ത സ്കോർസിനോട് അടുത്ത 2 ഇന്നിങ്സിൽ കിട്ടുന്ന സ്കോർ കൂടി ആഡ് ചെയ്താൽ മതി. അതായത് സം ഓഫ് സ്കോർസ് ഓഫ് 11 ഇന്നിങ്സ് ഇസ് ഈക്വൽ ടു സം ഓഫ് സ്കോർസ് ഓഫ് 9 ഇന്നിങ്സ് പ്ലസ് നെക്സ്റ്റ് 2 സ്കോർസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ നെക്സ്റ്റ് 2 സ്കോർസ് അല്ലേ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. സം ഓഫ് സ്കോർസ് ഓഫ് 11 ഇന്നിങ്സ് മൈനസ് സം ഓഫ് സ്കോർസ് ഓഫ് 9 ഇന്നിങ്സ്. ഇത് രണ്ടും നമുക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട്. അതായത് 440 324. ഇതിന് ഡിഫറൻസ് എടുത്താൽ പോരെ? സോ ഉത്തരം കിട്ടുക 116 ആണ്, ഓപ്ഷൻ എ. അടുത്തത് 4x = 1024 ആയാൽ 4x - 1 എത്ര? ഇതും വളരെ സിമ്പിളാണ്. ഇപ്പോൾ 3x ഒരു സംതിങ് ആണ്. 3x - 1 കണ്ടുപിടിക്കണമെങ്കിൽ ആ ആൻസറിനെ ജസ്റ്റ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കാരണം എന്താ? 4 അല്ലെങ്കിൽ 3x എന്ന് പറയുന്നത് 3x - 1നോട് ഇൻറ്റു 3 ചെയ്തതാണ് അല്ലേ? അപ്പോഴാണ് ആ 1 1 പോയിട്ട് 3x ആയിട്ട് മാറുന്നത്. സോ 4x = 1024 ആയിക്കഴിഞ്ഞാൽ 4x - 1 കണ്ടുപിടിക്കാൻ ഈ 1024നെ ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. അല്ലെങ്കിൽ 4ൻ്റെ ഏത് പവറാണ് 1024 ആയിട്ട് മാറുന്നത് കണ്ടുപിടിക്കാം. 4ൻ്റെ 5th പവറാണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 4⁵ - 1 ആണ്. അതായത് 4⁴ ആണ്. അത് 256 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്തത് പഞ്ചഭുജം 108 ഡിഗ്രി. നവഭുജം എത്രയാണ്? നമുക്ക് ഒരു പോളിഗണിൻ്റെ സൈഡിൻ്റെ നമ്പർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് കിട്ടും. പഞ്ചഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് നമ്പർ 5 ആണ്. നവഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 9 ആണ് അല്ലേ? ഒരു ബഹുഭുജത്തിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. n-2 × 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ n. അതായത് n സൈഡുള്ള ഒരു പോളിഗൺ, റെഗുലർ പോളിഗണിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് n-2 × 180 ഡിവൈഡ് ബൈ n ആണ്. ഇവിടെ 5 ആവുമ്പോൾ, അതായത് പെൻറ്റഗൺ പഞ്ചഭുജം ആവുന്ന സമയത്ത് നമുക്ക് ആംഗിൾ 108 കിട്ടും. അതാണ് ഇവ തമ്മിലുള്ള ബന്ധം. അതായത് ഈ പഞ്ചഭുജം 108 തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ പഞ്ചഭുജത്തിൻ്റെ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ വാല്യൂ ആണ് 108 ഡിഗ്രി, അതായത് 108 ഡിഗ്രി. അപ്പോൾ നവഭുജത്തിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ എത്രയാണെന്നാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ n-ന് 9 ഇട്ട് കൊടുത്താൽ മതി. 9 - 2 × 180 ഡിവൈഡ് ബൈ n, അതായത് 7 × 180 ഡിവൈഡ് ബൈ n കിട്ടും 140 ഡിഗ്രി. ആൻസർ ഓപ്ഷൻ ഡി. അടുത്തത് 2, 8, 32 ഇങ്ങനെ തുടങ്ങുന്ന സീരീസിൻ്റെ അടുത്ത പദം നോക്കിക്കേ. 2 × 4 8, 8 × 4 32. അപ്പോൾ അടുത്ത എത്ര ആയിരിക്കണം വരേണ്ടത്? 32 × 4 അതായത് 128. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്ത 98ാമത്തെ ചോദ്യം 1/3.2 = 0.3125 ആണ്. സോ 1/032 എത്രയാണെന്നാണ് ചോദ്യം. ഞാൻ ഇതൊന്ന് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഈ 1/032ൻ്റെ മുകളിലും താഴെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് മുകളിൽ 100 ഡിവൈഡ് ബൈ 0.032നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദശാംശ സ്ഥാനം 2 എണ്ണം റൈറ്റിലോട്ട് പോകും. അതായത് 3.2 ആവും. അതിന് എനിക്ക് 1/3.2 × 100 എന്ന് എഴുതാം. 1/3.2യുടെ വാല്യൂ തന്നിട്ടുണ്ട് 0.3125 ആണ്. അതായത് 1/3.2യുടെ വാല്യൂ തന്നിട്ടുണ്ട്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 0.3125 × 100 എന്ന് പറയും. അതായത് വീണ്ടും ദശാംശ സ്ഥാനം 2 എണ്ണം വലത്തോട്ട് പോകും. അപ്പോൾ 31.25. ആൻസർ ഓപ്ഷൻ സി ആണ്. 99ാം ചോദ്യം വളരെ സിമ്പിളാണ്. വിട്ടുപോയ കള്ളി പൂരിപ്പിക്കുക. അത് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി.
100ാമത്തെ ചോദ്യം 25 1/2 ഹോൾ സ്ക്വയർ എന്താണ്? അല്ല, ഇതൊരു മിശ്ര ഭിന്നമാണ്. ഇത് സ്ക്വയർ എടുക്കുന്ന സമയത്ത് നമുക്കിതിനെ ആദ്യം നോർമലായിട്ടുള്ള സാധാരണ ഒരു ഭിന്നമായിട്ട് മാറ്റിയ ശേഷം സ്ക്വയർ എടുത്തിട്ട് വീണ്ടും മിശ്ര ഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇതിനെ മിശ്ര ഭിന്നത്തിൽ നിന്ന് നമ്മൾ സാധാരണ ഭിന്നത്തിലേക്ക് മാറ്റുന്നത് എന്താ പറയുക, 25 × 2 + 1 / 2. അതായത് നമ്മളതിൻ്റെ കോഎഫിഷ്യൻറ്റും അതിൻ്റെ ഛേദവും ഗുണിച്ചിട്ട് അംശവുമായിട്ട് കൂട്ടും. എന്നിട്ട് ഡിവൈഡഡ് ബൈ ആ ഛേദം തന്നെ എടുക്കും. അതായത് 25 × 2 + 1 / 2. അതായത് 51 1/2 ആണ് ഈ 25 1/2യുടെ സാധാരണ രൂപം. എന്നിട്ട് ഇതിൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ 51 1/2യുടെ ഹോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2601 / 4 ആണ്. 2601 / 4 ആണ്. ഈ 2601 / 4നെ നമുക്ക് മിശ്രഭിന്നമായിട്ട് മാറ്റണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓപ്ഷനിൽ നിന്ന് നമുക്ക് എടുത്ത് നോക്കാം ഏത് ഓപ്ഷനാണ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 2601 കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി. സോ 650 × 4 + 1 / 4 ആണ് നമുക്ക് മിശ്രഭിന്നമായിട്ട് മാറ്റാൻ പറ്റുന്നത്. സോ ആൻസർ ഈസ് 650 1/4. അതായത് ഓപ്ഷൻ ഡി. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.